ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലായിട്ട് ഇന്ന് ഒരു സ്വകാര്യ കമ്പനി അതാണ് എൻ്റെ പ്രത്യേകത. റോക്കറ്റ് വിഷയം ഇന്ത്യ ISRO റോക്കറ്റ് വിക്ഷേപിച്ച ഒരുപാട് കാലം കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്വകാര്യ മേഖലയിലെ ആദ്യ സംരംഭമാണ് ഇന്ന് വിജയം കണ്ടത്. സ്കൈറൂട്ട് എയറോസ്പേസ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. അവരിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് അവരുടെ വിക്രം 1 എന്ന് പറയുന്ന റോക്കറ്റ് ഇന്ന് വിക്ഷേപിച്ചിരിക്കുകയാണ്. അത് വളരെ വലിയ ഒരു നേട്ടമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ. അങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളിലെ പോലെ ഇവിടെയും ബഹിരാകാശ മേഖല സ്വകാര്യവൽക്കരിക്കപ്പെടും. ഏറ്റവും വലിയ നേട്ടം വിദേശ നാണ്യ നിക്ഷേപം കൂടുതലായി ഉണ്ട്. കാരണം നമുക്കത് വിജയിപ്പിക്കാൻ കഴിഞ്ഞോടുകൂടി ഇനി പല രാജ്യങ്ങളും വരും, ഇവിടെ മുതലുടക്കാൻ തയ്യാറായി വരും. 2 സ്റ്റാർട്ടപ്പ് സ്ഥാപനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളതാണ് മറ്റൊരു അഭിമാനകരമായ കാര്യം. ISROയിലുണ്ടാകുന്ന ജോലി രാജിവെച്ചിട്ട് 4-5 വർഷം ജോലി വെക്കുന്നതിന് ശേഷം രാജിവെച്ച് വന്ന് സ്വന്തമായിട്ട് തുടങ്ങിയവരാണ്. അവർ തുടങ്ങുന്ന കാലത്ത് ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുമെന്നില്ല, അവർ സങ്കല്പിച്ചിരുന്നില്ല. അതെ. അപ്പോൾ ഈ 2 യുവാക്കൾ പവൻ കുമാർ ചന്ദനയും മറ്റേ നാഗാഭരത് ദാഗയും 2 യുവാക്കൾ, ഇവർ രണ്ടുപേരും ISRO പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അവരുടെ പിൽക്കാല ചരിത്രം പവൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആളാണ്, BSSയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്കറിയാം ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്പേസ് പദ്ധതി, അല്ലെങ്കിൽ അവരുടെ ബഹിരാകാശത്തേക്ക് സന്ദർശകരെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി, ടൂറിസ്റ്റ് വിസയിൽ ബഹിരാകാശ സന്ദർശനം ഒരുക്കുന്ന ഒരു പരിപാടി. ആ ഒരു പരിപാടിയുമായിട്ട് സ്പേസ് എക്സ് മുന്നോട്ട് പോവുകയാണ് ഇലോൺ മസ്കിൻ്റെ. നമുക്ക് ഇപ്പം നാസ അല്ലെങ്കിൽ ISRO പോലെയുള്ള സ്ഥാപനങ്ങൾ ശൂന്യാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുന്നു, ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ പരിപാടിയാണ്. അതിനകത്ത് അതിൻ്റെ പൂർണ്ണമായും മുതൽ മുടക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരവും എല്ലാം സർക്കാരുകൾക്കുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഇദ്ദേഹം അമേരിക്കയിൽ സ്പേസ് എക്സ് മുഖേന അങ്ങോട്ട് ബഹിരാകാശ ടൂറിസം രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നത്. അതൊരു വലിയ കാൽവയ്പായിരുന്നു, അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന പദ്ധതി അതൊരു വലിയ ആശയം ലോകത്തിന് മുന്നിൽ തുറന്നിട്ടു. ഈ പറയുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വകാര്യ നിക്ഷേപങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാവരും മാറി. പക്ഷേ ഈ പവൻകുമാർ അവരെല്ലാം ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഇല്ല. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയവരാണ്, റിസ്ക് എടുത്ത് ഇറങ്ങിയവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ചെറുപ്പക്കാർ അത് എല്ലാ കാലത്തും റിസ്ക് എടുത്ത് ഇറങ്ങിയാലും മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിഞ്ഞുള്ളൂ. കുറേ റിസ്ക് എടുത്തവരുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ റിസ്ക് എടുത്ത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിജയം കാണുന്നുള്ളൊരു ഉദാഹരണമാണ് ഇത് സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരുടെ ഈ ഒരു ഇച്ഛാശക്തി ഭയങ്കരമായിരുന്നു. ഒരു ISRO പോലൊരു സ്ഥാപനത്തിൽ നല്ല ശമ്പളം, വലിയ ശമ്പളത്തിൽ ജോലിക്ക് കയറിയിട്ട് 5 വർഷം പോലും തികയുന്നതിന് മുമ്പ് ആ പണിയും രാജിവെച്ചേച്ച് ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിലേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് കഴിവ്, അവരുടെ വിശ്വാസം, അവരുടെ മൂലധനം അവരെ കഴിവായിരുന്നു. അവർ ആ മൂലധനത്തിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. അതെ, കിട്ടിയ ജോലി എവിടെയെങ്കിലും ഓരോ തോന്നിയ ശമ്പളം വാങ്ങി വെച്ച് അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. ഇനിയും മറ്റു ചിലർ, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന ജേർണലിസ്റ്റ് രംഗത്താണെങ്കിൽ, അതായത് മാധ്യമ രംഗത്താണെങ്കിൽ, ജേർണലിസ്റ്റുകളുടെ ഒരു സംഭവം എന്താണ്, ഒരു മാധ്യമത്തിൽ അവതാരകനായിട്ട് കയറി ആ മാധ്യമത്തിൻ്റെ നെടുംതൂണായിട്ട് മാറിക്കഴിയുമ്പോൾ പുതിയൊരു മാധ്യമം തുടങ്ങുന്നു. അപ്പോൾ വലിയ ശമ്പളങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പാക്കേജ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് അടുത്ത സ്ഥാപനത്തിലേക്ക് ചാടുകയാണ്. അപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തയ്യാറാകുന്നില്ല. നമുക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് മറ്റു പലരുടെ ആയിരിക്കും, അല്ലേ? അതെ. അത് മാത്രമല്ല, നമ്മുടെ സിനിമയിൽ ഇന്നത്തെ കാലത്താണ് പല സിനിമാ താരങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങുന്നത്. പണ്ട് പ്രമുഖരായ നടന്മാരവരും സിനിമ നിർമ്മിച്ചിട്ടില്ല. മധു മാത്രമാണ് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളത്. അദ്ദേഹം സിനിമ നിർമ്മിച്ചു, സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ഉമാ സ്റ്റുഡിയോ നിർമ്മിച്ചു. അങ്ങനെ ഒരുപാട് അദ്ദേഹം റിസ്ക് എടുത്തു, സ്വന്തം റിസ്ക് തന്നെയാണ് അദ്ദേഹം എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ അക്കാര്യത്തിൽ നമ്മൾ പറയേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്, യേശുദാസ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റുഡിയോ ആയിരുന്നു തരംഗിണി. അത് വെള്ളയമ്പലത്താണ്, പിന്നെ ചെന്നൈയിലുണ്ടായിരുന്നു. അതിന്റെ മെഷീനറി മുഴുവൻ അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. 16 ട്രാക്ക് ഡിജിറ്റൽ റെക്കോർഡിങ്, 16 32 ആണ്. എന്താണെങ്കിലും തരംഗിണിയിൽ റെക്കോർഡ് ചെയ്തിരുന്ന കാസറ്റുകളുടെ ക്വാളിറ്റിയും ആ പാട്ടുകൾ ഇപ്പോഴും കേട്ടു. ഇതിനകത്ത് ഒരു 16 ട്രാക്ക് റെക്കോർഡിംഗ് ഉണ്ട്. നീലക്കടമ്പുകളിൽ എന്ന് പറയുന്ന ഒരു പാട്ട് കേട്ടിട്ടില്ലേ? നമ്മളതൊരു നല്ല സ്റ്റീരിയോ, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്റ്റീരിയോ ഫോണിക് സംവിധാനത്തിൽ ഈ സംഭവം ഒന്ന് കേട്ട് നോക്കണം. ഇത് നമ്മുടെ ചുറ്റിനും കിടന്ന് കറങ്ങുകയാണ്.
അതായത് നമ്മുടെ നല്ല ഇപ്പോഴത്തെ പുതിയ കാർ സ്റ്റീരിയോകളുണ്ടല്ലോ, ലേറ്റസ്റ്റ് വാഹനങ്ങളിൽ, അതിൽ ഈ പാട്ട് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് പക്ക ഈ ആ ഡോൾബി അന്നത്തെ ആ ഒരു റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ ഒന്ന് കോപ്പി ചെയ്ത പാട്ട് ഇതിനകത്തിട്ട് കേട്ടാൽ നമുക്കറിയാം നമ്മുടെ ഈ കാറിനകത്തൂടെ ഈ പാട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുക. അല്ല, അപ്പൊ യേശുദാസും റിസ്ക് എടുക്കാൻ തയ്യാറ്, അദ്ദേഹത്തിന് പാടി കിട്ടിയ സമ്പാദിച്ച സ്വത്താണത്, അല്ല അതുകൊണ്ടാണ് അത് തയ്യാറായത്. ഈ പാട്ട് എതിലെയായിരുന്നു വരുന്നത്? വെറും മോണോ മാത്രമുള്ള നമ്മുടെ ടേപ്പ് റെക്കോർഡറുകളിലൂടെയും ഈ റേഡിയോ ആകാശവാണിയിലൂടെയാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അത് അന്നത്തെ കാലത്ത്, ആദ്യകാലത്ത് ഈ സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു. എന്തായിരുന്നു നമുക്ക് സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്താണെന്ന് നമുക്ക് ശരിക്കും സ്റ്റീരിയോ റെക്കോർഡിങ്ങിന്റെ എഫക്റ്റ് കാണിച്ചു തന്നത് ഈ തരംഗിണിയാണ്. തരംഗിണി അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് അദ്ദേഹം തന്നെ അവസാനം ആ സ്റ്റുഡിയോ ബ്രാൻഡും പൂട്ടിപ്പോയി. എന്നാൽ ഈ തരംഗിണിയോട് കിടപിടിക്കത്തക്ക രീതി ഇവിടെ വേറെ ഒരുപാട് കാസറ്റ് കമ്പനികൾ വന്നു. ജോണി സാഗരി ആയിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട്. പോളിക്രോം വന്നു, അതുപോലെ രഞ്ജിനി കാസറ്റ്സ് വന്നു, മാഗ്ന സൗണ്ട് വന്നു, അങ്ങനെ ഒത്തിരി കാസറ്റ് കമ്പനികൾ വന്നു. പക്ഷെ ഒരിക്കൽ അവർക്കാർക്കും തരംഗിണിയെ തടഞ്ഞു നിർത്താനായില്ല. 80കളിലെയും 90കളിലെയും ഹിറ്റ് പാട്ടുകൾ മുഴുവൻ അവരുടെ കയ്യിലാണ് ഇപ്പോഴും ഇതായിട്ടുള്ളത്. HMVക്ക് ശേഷം നമ്മൾ പേര് കേൾക്കുന്ന തരംഗിണിയുടെയാണ്. അപ്പോൾ നമുക്കറിയാം അതെന്താണ്, അന്ന് യേശുദാസിനൊരു മൂലധനമുണ്ട്. ഇതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല അദ്ദേഹം. യേശുദാസ് അന്ന് ഓടി നടന്ന് പാടുന്ന സമയമാണ്. ഒരു ദിവസം തന്നെ 4-5 പാട്ട് പുള്ളി റെക്കോർഡ് ചെയ്ത് അതുപോലെ പുള്ളിക്ക് വരുമാനമുള്ള ഒരു സമയമാണ്. അപ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. നമ്മുടെ സത്യന്റെ മകനായിരുന്നല്ലോ എൻ്റെ സതീഷ് സത്യനായിരുന്നു എൻ്റെ മാനേജർ. അങ്ങനെ ആണ്. പക്ഷെ ഈ രണ്ടുപേരുടെ കാര്യം നമ്മൾ പറഞ്ഞത്, അവര് രണ്ടുപേരും വിട്ടിറങ്ങിയ പരിപാടിയാണത്. ISROയിലെ ജോലി ആയി വെച്ച് വീട്ടുകാർ പോലും അറിയാതെ അവർ പുറത്തിറങ്ങി. എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? ഞങ്ങളൊരു ബഹിരാകാശത്തോട്ട് റോക്കറ്റ് വിടാൻ ഒരു സ്വകാര്യ കമ്പനി തുടങ്ങുകയാണ്, ഞങ്ങളൊരു സ്വകാര്യ എയറോസ്പേസ് തുടങ്ങുകയാണ്. അതാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നത്? ഇത് സർക്കാരിന് മാത്രമല്ലേ പറ്റത്തുള്ളൂ. അതൊക്കെ വന്നോളും. അവരുടെ പ്രതീക്ഷയൊന്നും ആലോചിച്ചോണം. അവർ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ചാടി. ഇവര് വീട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അത്രയും പേരുടെയും കുറ്റപ്പെടുത്തൽ സഹിച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് വരുന്നത്. അതെ, അവർ ചാടുന്നത്. അപ്പം ഈ എയറോസ്പേസ് കമ്പനി ഇവർ തുടങ്ങിയിട്ട് 2018 ഇവർക്ക് അവസരം വരുന്നത്. പക്ഷെ അപ്പോൾ മൂലധനം ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഈ മുകേഷ് ബൻസാലി എന്ന് പറയുന്ന മിന്ത്രയുടെ ആൾക്ക് ഇവർ ലിങ്ക്ഡിനകത്തൂടെ ഒരു മെസ്സേജ് അയക്കുന്നു. ആ ഒരു അദ്ദേഹം ഇമെയിൽ അയക്കാൻ പറയുന്നു. അദ്ദേഹം ഇമെയിൽ അയക്കുമ്പോൾ അദ്ദേഹം ആദ്യത്തെ ചെക്ക് ഇവർക്ക് കൊടുക്കുക. പിന്നെയാണ് 2 വമ്പൻ ആഗോള കമ്പനികൾ കൂടി ഇവർക്കൊപ്പം മുതൽ മുടക്കാൻ തയ്യാറായിട്ട് വരുന്നു. അങ്ങനെ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. പതുക്കെ അവർ 2020 തൊട്ട് അവർ ചെറിയ തോതിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങി. ഇന്നിപ്പോ വിക്രം 1 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള റോക്കറ്റാണ്. അത് ഇന്ന് നേരെ വിജയകരമായിട്ട് ISRO സമ്മതിക്കണം. ISRO അവർക്കൊപ്പം തന്നെ നിന്നു, അവരെ സഹായിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു. അതൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരും എല്ലാം ഇതിന് അനുമതി നൽകി. ഇതൊരു വലിയ കാര്യമാണ്. ശരിക്കും നമ്മളെ ഇന്ത്യ എല്ലാ മേഖലകളിലും നമ്പർ 1 ആണ് ആയി മാറിയെന്ന് ഇനി പറയാൻ പറ്റില്ല. നമ്പർ 1 തന്നെയാണ്, മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്പർ 1 തന്നെയാണ്. നമ്മുടെ സോമനാഥ് പഴയ ISRO ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ചെറുപ്പക്കാരൻ പവൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നല്ല, ജോയിൻ ചെയ്യുന്ന അവിടെയാണ്. അവിടെ നിന്നിട്ടാണ് ആ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത്. ശരിക്കും ഇയാളുടെ ഒരു ജീവിതം പോലും ഒരു സിനിമാ കഥയാണ്. കാരണം കണക്കിൽ ഏറ്റവും പിന്നിൽ നിന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഈ പവൻ. തെലങ്കാന സ്വദേശി. അയാൾക്ക് 100ൽ 51 മാർക്കാണ് കിട്ടിയത്. ഈ കണക്ക് ഇങ്ങനെയുള്ള അയാൾ പിന്നീട് ഖരഗ്പൂർ IITയിൽ പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കയറുകയാണ്. അവിടുന്ന് ക്രയോജനിക് എയറോസ്പേസ് വിദ്യകളെല്ലാം പഠിച്ചിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് നേരെ അപ്പൊ തന്നെ ISRO ജോലി കിട്ടുകയാണ്. അപ്പൊ എന്തുമാത്രം എടുക്കാനാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ജോലി കിട്ടിയ ആളാണ്. IIT പഠിച്ച് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ജോലി കിട്ടുന്നു. അയാൾ അതിലേക്ക് കയറുമ്പോഴും അയാളുടെ അപ്പൊ എന്തൊരു തലവണ്ടയാണ്. നമ്മൾ നാടൻ ഭാഷയെ പറയും ഇല്ലേ, ഇവന്റെ എന്തൊരു തലയാണെന്ന് നമ്മൾ പറയും. ഇപ്പൊ അവർ അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. ഈ പരിപാടി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവര് ഊബർ മോഡലാണ്, ഊബർ സ്പേസ് ഷിപ്പാണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഊബർ മോഡലാണ്, ടാക്സി പോലെ. ഇവിടെ വലിയ വലിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അവസരം ഭ്രമണവാദം കാത്തു നിൽക്കുമ്പോൾ ഇവർ ഇതിനിടയ്ക്ക് കൂടെ കൊച്ചു ഉപഗ്രഹമായിട്ട് വന്ന് അവർ ഡെയിലി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് മറിക്കാനുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇതിനെല്ലാം ആശംസകളും നേരാം. കാരണം അതിൽ ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ജോലി തരുന്ന ആളെന്നുള്ള നമുക്ക് പ്രത്യേക ഒരു പരിഗണന കൂടെ നമ്മൾ കൊടുക്കണം. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്നു. വിദേശ നാണ്യം നേടിത്തരിക എന്ന് പറഞ്ഞാൽ
വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വരികയാണ്. ഇപ്പം ഈ ഒരെണ്ണം തുറന്നു. ഇതിന് പിന്നാലെ നമ്മുടെ നാട്ടിലെ കൂടുതൽ ചെറുപ്പക്കാർ ഇവരുടെ ഈ തലച്ചോർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നു. മോഡി സർക്കാരിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. കാരണം സത്യത്തിൽ ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ. ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ. അതാണ് തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അതെ, ആത്മനിർഭർ എന്നൊക്കെ പറയുക, ആത്മനിർഭർ ഭാരത്. അതാണ് അത്. ഇന്നലെ കണ്ടില്ലേ നമ്മുടെ ഹൈഡ്രജനിൽ പ്രവർത്തിപ്പിക്കുന്ന ട്രെയിൻ ഓടിയത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വികസന രംഗത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും BJP സർക്കാരിനെ അതിനകത്ത് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇതിലെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിൻ ആണെങ്കിലും ഹൈവേകളാണെങ്കിലും തുരങ്ക പാതകളാണെങ്കിലും റെയിൽവേ ആണെങ്കിലും എല്ലാ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുകയറ്റം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തേക്ക് ഇങ്ങനെ സ്വകാര്യ കമ്പനികൾ വരുന്നതിനെ നമുക്ക് സ്വാഗതം ചെയ്യാതെ തരമില്ല.